കാഴ്ചയില്ലാത്തവർക്ക് പരസഹായം കൂടാതെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ സാധ്യമല്ല. കാരണം അവർക്ക് ഒന്നും തന്നെ കാണുവാൻ കഴിയുന്നില്ല. മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ അവർക്ക് അറിയുവാനും കഴിയുന്നില്ല. കാഴ്ച പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ മുൻപിലെ പ്രതിസന്ധികളെ കാണുവാനും സുഗമമായ യാത്ര തുടരുവാനും കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ജീവിതയാത്രയിൽ മുൻപോട്ടുള്ള കാര്യങ്ങളെ അറിഞ്ഞും പ്രതിസന്ധികളിൽ തട്ടി വീഴാതെയും ആയിരിക്കണമെങ്കിൽ ദർശനം പ്രാപിക്കുക തന്നെ വേണം. പ്രത്യാശയും വിശ്വാസവും ഒത്തുചേരുമ്പോഴാണ് ആ വിഷയത്തിന്മേൽ ദർശനം ലഭിക്കുന്നത്. ദർശനം പ്രാപിച്ചാൽ അത് അനുഗ്രഹപൂർണമായി തീരണമെങ്കിൽ ആ ദർശനം ദൈവഹിതത്തിനായി വിട്ടുകൊടുക്കേണ്ടതാണ്. പ്രാപിച്ച ദർശനം ദൈവഹിതത്താൽ നടത്തപ്പെടുമ്പോൾ മുൻപോട്ടുള്ള ഗമനം സുസ്ഥിരമാവുകയും ഫലപ്രാപ്തിയോടെ സമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും.